ഈ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ടല്ലോ, ഞാനാണ് ഇന്ന് പ്രസംഗിക്കുന്നത് പ്രസംഗം, ആര് പ്രസംഗിച്ചാലും സുവിശേഷം ദൈവത്തിന് ജനത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ പുറത്തുള്ള പലരും മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെയാണ്. സാധാരണ പ്രസംഗിക്കുന്നതിന് മുന്നോ പ്രസംഗി തന്നെ ഞങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജസ്റ്റ് ലൈക്ക് എ പോസ്റ്റ്മാൻ ഡെലിവറിങ് ദ ലെറ്റർ. ഞങ്ങൾ പോസ്റ്റ്മാനെ പോലെ ഇവിടെ നിന്ന് എന്തോ നൽകുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയും മൈക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലേ? മൈക്കിൽ കൂടെ പ്രസംഗി സംസാരിക്കുന്നത് പോലെ മൈക്ക് എന്തോ ആണ്. വി ആർ ജസ്റ്റ് ലൈക്ക് ദ മൈക്ക്, വി ആർ ജസ്റ്റ് ലൈക്ക് ദ പോസ്റ്റ്മാൻ. ഈ എക്സാമ്പിൾ തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ആ എക്സാമ്പിളിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് സന്ദേശത്തെ ഉണ്ടാക്കുന്നത് നമ്മളല്ല. സന്ദേശം മാറ്റാൻ അധികാരം ഞങ്ങൾക്കില്ല. പക്ഷേ that doesn't mean that ഈ ഒരു മൈക്രോഫോൺ പറയുന്നത് പോലെ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്നത് പോലെ സുവിശേഷം പറയാൻ പറ്റത്തില്ല. പരസ്യമായിട്ട് എന്ന് പറയാം, സുവിശേഷം ജീവിതത്തെ മാറ്റും. ജനം കൈയടിച്ചു, അവിടെ ഇരുന്നവരൊക്കെ കൈയടിച്ചു, ഞാനും ആവേശം, നമ്മളങ്ങ് ചാർജ് ആകുക. പോയ ഒരാള് ചോദിച്ചു, ബ്രദർ മാറിയോ? ബ്രദറിന്റെ കൂടെയുള്ളവര് മാറിയോ ബ്രദറെ? ഈ പ്രസംഗം കേട്ടിട്ട് ഒരാൾ ഈ കൂട്ടത്തിൽ വന്നായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നേനെ സ്ഥിതി. അസമാധാനമുള്ള കുടുംബങ്ങളുണ്ടോ? പിന്നെ ഉണ്ട്. യേശു സമാധാനം. പ്രസംഗിക്കുന്ന അച്ചായന്റെ വീട്ടിൽ സമാധാനമാണോ? പ്രസംഗിക്കുന്ന എന്റെ വീട്ടിൽ സമാധാനം? പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലൈഫ് മസ്റ്റ് ചേഞ്ച് ഫസ്റ്റ്. ജീവിതം മാറാതെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഫലം ഉണ്ടാവത്തില്ല. അത് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാകുകയാണെന്ന് തിരിച്ചറിയണം. രണ്ട് കൂട്ടം ആൾക്കാരേ ഉള്ളൂ, രണ്ട് കൂട്ടം. ഒന്നെങ്കിൽ യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കോസ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് നിങ്ങൾ കൂട്ടാളികളാകുക. പ്രസംഗിക്കുക പോലും ഇല്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതം അതിന്റെ പങ്കാളികളാകും. മറ്റേ കൂട്ടം എന്താണെന്നറിയോ? യു ആർ ബിക്കമിങ് ആൻ ഹിൻഡറൻസ്. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് തടസ്സമായിട്ട് ജീവിതം മാറുന്ന അനുഭവം ഉണ്ടാകും. Several people have become a disgrace to the gospel. സുവിശേഷത്തിന് അപമാനമായി പലരും തീരുന്നു. ഷെയിംഫുൾ, പരസ്യ നിന്ദയായി മാറുമ്പോൾ. ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ സന്ദേശത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുക. മതിലുകൾ എന്തോ സംഭവിച്ചിരിക്കുക, ഇടിഞ്ഞു കിടക്കുക. ഈ ഇടിവ് എങ്ങനെ ഉണ്ടായത്? വഴിവിട്ട ക്രമം കെട്ട ജീവിതമാ. പാപത്തിൽ ജനം ജീവിച്ചതാ. അവസാനം പ്രസംഗം അവസാനിപ്പിക്കുമ്പോ പറഞ്ഞത്, ഇടിവി ഞാൻ നിൽക്കാം. എങ്ങനെയാ നിങ്ങൾ നിൽക്കുന്നത്? ഇടിവി നിൽക്കുന്നത് ഞാൻ ശരിക്കൊന്ന് ജീവിച്ചാൽ പൗതി ഇടിവ്, എല്ലാരും പോക്കാം, ഞാനും പിന്നെന്തിനാന്നുള്ള നിലയിൽ പോയാൽ ഈ ഇടിവ് വലുതായിക്കൊണ്ടിരിക്കുക. മിക്കയിടത്തും അതാ സംഭവിക്കുന്നേ. സുവിശേഷത്തിന് അപമാനമായി തീരുന്ന ഒന്നും നമ്മളിൽ ഒരു കുടുംബങ്ങളിലും ഒരു ദൈവദാസന്മാരിലും ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യമാണ്. I mean to say, internalize the message, embody the message. ഇത് പറഞ്ഞു വരുമ്പം എൻ്റെ മറ്റേ സൈഡിലൂടെ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് പ്രസംഗിക്കാൻ പറ്റും? ടോംസ് എല്ലാം തികഞ്ഞിട്ടാണോ? അല്ല, ഞാൻ തികഞ്ഞിട്ടല്ല. ഇതൊരു വർഷത്തിന്റെ ആരംഭമല്ലേ. കർത്താവേ, ഞങ്ങൾക്ക് കൃപ ആവശ്യമാണെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ?
നമുക്ക് മക്കൾ പല സ്ഥലങ്ങളിൽ ഇവിടെ ഉള്ളവരുണ്ട്, പഠിക്കാൻ പോകുന്നതുണ്ട്, സ്കൂള് കോളേജ്. വി നീഡ് ടു പ്രേ. ഇത് സ്വന്തം കഴിവിൽ കഴിയുന്ന കാര്യമല്ല. കർത്താവെ, ഞങ്ങളോട് ഇടപെടുമ്പോൾ പൗലോസ് പറയുന്നത്, നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഞങ്ങളെ തീർക്കുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കർത്താവ് നമുക്ക് അങ്ങനെ നിൽപ്പാൻ കൃപ പകരം. അപ്പൊ ചോദ്യം എത്രേ ഉള്ളൂ? ഈസ് ദർ എ പ്രോഗ്രസ്? അവനിപ്പോ ബെന്തിക്കോസിലൊക്കെയാ, പക്ഷെ ഈ കാര്യമായ മാറ്റമൊന്നും ഇല്ലെന്നുള്ള ഒരു ഇവാലുവേഷൻ ആണോ? ഇവൻ പണ്ടത്തെ പോലല്ല, ഇവൻ ആള് മാറിയെന്ന് ജനം സാക്ഷ്യം പറയും. ദാറ്റ് ഞാൻ പറഞ്ഞു വരുന്ന ഒന്നാമത്തെ കാര്യം, പ്രവാചകന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം, പ്രവാചകന്റെ ജീവിതത്തെ ദൈവം തകർത്തത് ഈ തകർച്ചയിൽ കൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശമുണ്ട്. അത് നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞത്, വി ആർ നോട്ട് ജസ്റ്റ് കോൾഡ് ടു ബി ദ മീഡിയം. കേവലം സുവിശേഷത്തെ പറയാൻ, പുറത്തേക്ക് അയക്കാനുള്ള മീഡിയം മാത്രമല്ല, അതിൻ്റെ കണ്ടന്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടണം. അതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്.